ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി ത്രെഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പോൾ മൾട്ടി ത്രെഡിംഗ് നമ്മൾ തിയറി സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് രണ്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? മൾട്ടി പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ പാരലായിട്ട് റൺ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ നമ്മൾ പാരലായിട്ട് ഇപ്പോൾ ഒരു വേർഡിൽ ടൈപ്പ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വീഡിയോ പ്ലെയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ പ്ലെയർ വെച്ചിട്ട് നമ്മൾ പാട്ട് വെക്കുന്നു. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു ഓഡിയോ പ്ലെയർ, മീഡിയ പ്ലെയർ, എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പാരലായിട്ട് റൺ ചെയ്യാമെന്ന് വിചാരിച്ചോ. വേർഡിൽ ടൈപ്പ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ പാരലായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ മൾട്ടി പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് ആണ്, മൾട്ടി ത്രെഡിങ്. ഓക്കെ, മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ആപ്ലിക്കേഷൻ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കും, ഡിഫറെൻറ്റ് ത്രെഡുകളാക്കി മാറ്റും, എന്നിട്ട് അത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് മൾട്ടി ത്രെഡിങ്. അതായത് സിംഗിൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ MS വേർഡ് മാത്രം എടുക്കുക, ഓക്കെ. അപ്പോൾ MS വേർഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് അതിൻ്റെ എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യും, അല്ലേ? അതിനകത്ത് എഡിറ്റർ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്, അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഇപ്പോൾ എറർ ഉണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്യുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്പെല്ലിംഗ് ചെക്കിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേറെ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്പെല്ലിംഗ് ചെക്കും അതുപോലെ തന്നെ ഈ എഡിറ്ററും ഇത് രണ്ടും പാരലായിട്ട് റൺ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ എഡിറ്റർ ഒരു ത്രെഡാണ്, ഈ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നത് വേറൊരു ത്രെഡാണ്. അത് രണ്ടും പാരലായിട്ടാണ്. നമ്മൾ എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന അതേ സമയം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ വേർഡിൻ്റെ സ്പെല്ലിങ്ങും കൂടി ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് സ്പേസ് ബാർ അടിക്കുമ്പോൾ തന്നെ ആ വേർഡിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എഴുതി കാണിച്ചു തരും. ഓക്കെ, അതാണ് മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോസസ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ പോർഷൻസ് ആക്കി മാറ്റും. അതിൽ ഓരോ പോർഷൻസ് പാരലായിട്ട് റൺ ചെയ്യും. അതാണ് മൾട്ടി ത്രെഡിങ്. മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷന് നമ്മൾ പാരലായിട്ട് റൺ ചെയ്യുന്നതിനാണ് മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ് മൾട്ടി പ്രോസസ്സിങ്ങും മൾട്ടി ത്രെഡിങ്ങും. അപ്പോൾ ഇത് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ജാവയിൽ മൾട്ടി ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ജാവയിൽ മൾട്ടി ത്രെഡിങ് ചെയ്യുക, അതിൻ്റെ തിയറി സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞതാണ്. ഒരു ക്ലാസ്, ആ ക്ലാസ്സിനെ ഇപ്പോൾ ഒരു ക്ലാസ് A എന്ന് പറഞ്ഞ ക്ലാസ്, ഈ ക്ലാസ്സിനെ എനിക്ക് ഒരു ത്രെഡാക്കി മാറ്റണം, അല്ലെങ്കിൽ മൾട്ടി ത്രെഡിങ് കേപ്പബിലിറ്റി വേണമെങ്കിൽ ഞാൻ ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ഏത് ക്ലാസ് വെച്ചിട്ട്? ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ത്രെഡ് എന്ന് പറഞ്ഞത് ഒരു ബിൽറ്റ് ഇൻ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സാക്കി മാറ്റുക നമ്മൾ എഴുതുന്ന ക്ലാസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്ന ക്ലാസ്സിന് ഈ ത്രെഡിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് പ്രോഗ്രാമിലൂടെ പറയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 3 ഡിഫറെൻറ്റ് ത്രെഡുകൾ, ആ 3 ത്രെഡുകൾ പാരലായിട്ട് റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും നോക്കാം. അത് ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് റൺ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു 3 ത്രെഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3 ക്ലാസ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം, 3 ഡിഫറെൻറ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പേര് ഞാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്ലാസ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് 1. ഇനി ഈ 1 എന്ന് പറഞ്ഞ ക്ലാസ് ഇങ്ങനെ വെറുതെ ഡിക്ലെയർ ചെയ്താൽ പോരാ, ഇതൊരു സാധാരണത്തെ ക്ലാസ് ആയിട്ടുള്ളൂ. ഈ ക്ലാസ്സിനെ മൾട്ടി ത്രെഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൻ്റെ എൻഡിൽ എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഈ 1 എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, ത്രെഡ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ക്ലാസ് ഇരിക്കുന്നത് ഇമ്പോർട്ട് java.lang.star ഈ പാക്കേജിന്, ഈ ലാങ് എന്ന് പറഞ്ഞ പാക്കേജിനകത്താണ് ഈ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ലാങ് എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്നില്ല, ഇത് ഡീഫോൾട്ടായിട്ട് തന്നെ ഇമ്പോർട്ട് ആവും.
ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം, അത് ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ക്ലാസ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് ദെൻ എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് കൊടുക്കാം. ഇനി ത്രെഡിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ്റെ പേരാണ് പബ്ലിക് വോയിഡ് റണ്ണ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ ത്രെഡിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് ഈ റണ്ണ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇത് നമ്മൾ എഴുതുന്നതല്ല, ഓൾറെഡി ഉള്ളൊരു ഫംഗ്ഷൻ്റെ പേരാണ് റണ്ണ്. അപ്പോൾ ആ ത്രെഡിൻ്റെ ബോഡി ആയിട്ട് നമുക്ക് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഈ റണ്ണ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 0 to 9 വരെ ഒരു 10 പ്രാവശ്യം ആ ത്രെഡിൻ്റെ പേര് ഡിഫൈൻ ചെയ്യണം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ത്രെഡ് 1 ആണെങ്കിൽ ഫ്രം ഫസ്റ്റ് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. 4 × i = 0, i less than 10, i ++. സാധാരണ നിങ്ങൾ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന മാതിരത്തെ ഫോർ ലൂപ്പ്. ഓക്കെ. പക്ഷേ ഇവിടെ ഈ ഫോർ ലൂപ്പിനകത്ത് ഞാനിവിടെ വേരിയബിൾ ഈ കൗണ്ടർ ഈ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിനകത്ത് തന്നെയാണ് ഡിഫൈൻ ചെയ്ത് 4 × i = 0. അപ്പോൾ സിയിലും CPP-യിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും ഇൻറ്റ് i എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ജാവയിൽ ഒരു വേരിയബിൾ എവിടെയാണോ യൂസ് ചെയ്യുന്നത് ആ യൂസ് ചെയ്യുന്നിടത്ത് ഡിക്ലെയർ ചെയ്താലും മതി. അത് ഗ്ലോബലായിട്ട് മുകളിൽ തന്നെ ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. നമുക്ക് ഒന്നുകിൽ ഇവിടെ ഇൻറ്റ് i എന്ന് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റ് എന്നുള്ളത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ആ ലൂപ്പിനകത്ത് മാത്രമേ വേരിയബിൾ ആവശ്യമുള്ളൂ, ജസ്റ്റ് അവിടെ ഡിക്ലെയർ ചെയ്താലും മതി. 4 × i = 0, i less than 10, i ++. ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യാം system.out.println ഫ്രം ത്രെഡ് 1. അപ്പോൾ ത്രെഡ് 1 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ആ 1 ഐൻ്റെ വാല്യൂ കൂടി പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ i ആദ്യം 0 ആവും. അപ്പോൾ ഫ്രം ത്രെഡ് 1 0, ഫ്രം ത്രെഡ് 1 1, അങ്ങനെ അപ് ടു 9 വരെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഒരു ത്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലൈന് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുമ്പോഴും ആ ഐൻ്റെ വാല്യൂയും കൂടെ അതിൻ്റെ കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ഇത് ത്രെഡ് 1ൻ്റെ ഔട്ട്പുട്ടാണെന്ന്. ഓക്കെ. ഇതേപോലെ നമുക്ക് അടുത്ത ക്ലാസ് ഉണ്ടാക്കാം. ക്ലാസ് 2. ഓക്കെ. എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ്. അതിനകത്തും ഇതേപോലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. പബ്ലിക് വോയിഡ് റൺ. ഓക്കെ. ഈ റൺ എന്ന് പറഞ്ഞ മെത്തേഡിനകത്താണ് നമ്മൾ ത്രെഡിൻ്റെ ബോഡി എഴുതുക. ഓക്കെ. റണ്ണിനുള്ളിൽ ഇതേപോലെ നമ്മൾ ഈ സെയിം ലൈൻ തന്നെയാണ്. അപ്പോൾ ഞാനതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് വേഗം പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. i = 0, i less than 10, i ++. ഫ്രം ത്രെഡ് 1 എന്നുള്ളിടത്ത് ഞാനിവിടെ ത്രെഡ് 2 എന്ന് കൊടുത്തു. ഓക്കെ. വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇതിപ്പോൾ 2 ക്ലാസ്സായി. 1 എന്ന് പറഞ്ഞ ക്ലാസ്, 2 എന്ന് പറഞ്ഞ ക്ലാസ്. ഇനി മൂന്നാമത് ഒരു ത്രെഡും കൂടി വേണം. ഞാൻ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി കോപ്പി ചെയ്യാണ്. കൺട്രോൾ പേസ്റ്റ് ചെയ്ത് ഞാൻ മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ പേര് 2 എന്നുള്ള മാറ്റിയിട്ട് 3 എന്നാക്കാം. അതുപോലെ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നിടത്തും ഫ്രം ത്രെഡ് 3 എന്നാക്കാം. വേറെ ചേഞ്ച് ഒന്നുമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മൾ 3 ത്രെഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കി. ഓക്കെ. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പേര് ക്ലാസ് 1, രണ്ടാമത്തെ 2, മൂന്നാമത്തേത് 3. ഇനി ഓരോ ക്ലാസ്സിനകത്തും നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, റൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 3 ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ഓരോന്നിനും എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യും. പിന്നെ ഓരോ ക്ലാസ്സിനകത്തും ത്രെഡിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടി എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ത്രെഡാണ് ഫ്രം ത്രെഡ് 1 എന്ന് പ്രിൻ്റ് ചെയ്യും. രണ്ടാമത്തേലാണ് ഫ്രം ത്രെഡ് 2 എന്ന് പ്രിൻ്റ് ചെയ്യും. മൂന്നാമത്താണ് ഫ്രം ത്രെഡ് 3 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്കിതിനെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു മെയിൻ ക്ലാസ്സും കൂടി ഡിക്ലെയർ ചെയ്യും. അടുത്ത ക്ലാസ്. അപ്പം ക്ലാസ്സിൻ്റെ പേര് ഞാൻ ഫയലിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. ഫയലിൻ്റെ പേര് മൾട്ടി ത്രെഡ് എന്നാണ് കൊടുത്തത് നമ്മൾ. ഓക്കെ. മൾട്ടി THREAD ക്ലാസ് മൾട്ടി ത്രെഡ്. ഇവിടെ എക്സ്റ്റെൻസ് ത്രെഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനെ നമ്മൾ ത്രെഡാക്കാനോ ഉദ്ദേശിക്കുന്നില്ല. ഈ 3 ക്ലാസ്സിനെയാണ് നമ്മൾ ത്രെഡാക്കാനോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ത്രെഡാക്കാൻ ഉദ്ദേശിക്കുന്നതിന് മാത്രം എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് കൊടുത്താൽ മതി. ഇത് നമ്മുടെ സാധാരണത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മെയിൻ എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args. ഓക്കെ. ഇനി ആ മെയിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 ക്ലാസ്സിൻ്റെ ഓരോ ത്രെഡ് വീതം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ 1 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ത്രെഡ് T1 എന്ന് കൊടുക്കുക, അതിൻ്റെ പേര് ഈക്വൽ ടു 1. അപ്പോൾ 1 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി, ആ ഒബ്ജക്റ്റ് ത്രെഡ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ 2 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് T2 ഈക്വൽ ടു 2. അപ്പോൾ 2 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത 3 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് T3 ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ക്ലാസ്സിൻ്റെയും ഓരോ ഒബ്ജക്റ്റ് വീതം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ത്രെഡിൻ്റെ ബോഡി റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ത്രെഡിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്തത്? ഈ റൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണ് ത്രെഡിൻ്റെ ബോഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച്. ഇതാണ് റൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ത്രെഡ് 1 അല്ലെങ്കിൽ ഈ T1 റൺ ചെയ്യുന്ന സമയത്ത് ഫ്രം ത്രെഡ് 1 എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ആയിരിക്കും റൺ ചെയ്യുക. അതുപോലെ T2 റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ T2-നകത്ത് എന്തുണ്ട്, ഇതുപോലെ റൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അവിടെ ഫ്രം ത്രെഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷനാണ് റൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ത്രെഡിൻ്റെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ T1 ഡോട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ്റെ പേര് എഴുതി എന്താണ്, റൺ എന്നാണ് ഫംഗ്ഷൻ എഴുതി. ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ജാവയിൽ കോൾ ചെയ്യാം. ആ ഫംഗ്ഷൻ്റെ പേര് ദെൻ ആ ഫംഗ്ഷൻ്റെ നെയിം, അതായത് ഒബ്ജക്റ്റിൻ്റെ പേര് T1 എന്നാണ്. T1 ഡോട്ട് റൺ ആ ഫംഗ്ഷൻ്റെ പേര്. പക്ഷേ ഇതൊരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രെഡിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൺ എന്നല്ല കോൾ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് എന്നാണ് കോൾ ചെയ്യേണ്ടത്. ഓക്കെ, T1 ഡോട്ട് സ്റ്റാർട്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ഏതായിരിക്കും, ഈ റൺ എന്നായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. ത്രെഡിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുക. പക്ഷേ ആ ത്രെഡിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന റണ്ണിനകത്തായിരിക്കും. സ്റ്റാർട്ട് എന്ന് നമ്മൾ കോൾ ചെയ്താലും ഈ റണ്ണിനകത്തുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ആ തിയറീൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുക, T2 ഡോട്ട് സ്റ്റാർട്ട്, T3 ഡോട്ട് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ 3 ത്രെഡുകളും സ്റ്റാർട്ട് ചെയ്തു. T1 സ്റ്റാർട്ട് ചെയ്ത്, T2 സ്റ്റാർട്ട് ചെയ്ത്, T3 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 3 ത്രെഡുകളും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ T1 എന്ന് പറഞ്ഞ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് വർക്ക് ചെയ്യുക. T2 എന്ന് പറയുമ്പോൾ ഈ പോർഷൻ വർക്ക് ചെയ്യും. T3 എന്ന് പറഞ്ഞാൽ ഈ പോർഷനും വർക്ക് ചെയ്യും. ഇതിനകത്ത് ഓരോന്നിനകത്തും 10 പ്രാവശ്യം ആ പ്രിൻ്റ് ചെയ്യാനുള്ള ലൈന് 10 പ്രാവശ്യം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൂപ്പിനകത്തിട്ട് കൊടുത്തത്. ഓക്കെ, പിന്നെ ഇത് റൺ ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് എങ്ങനെ വരിക നോക്കാം. ഇത് മൾട്ടി ത്രെഡിങ് ആണെങ്കിൽ കുറച്ച് ആദ്യം ഇതിൻ്റെ കുറച്ച് ലൈൻസ് വർക്ക് ചെയ്യും, പിന്നെ രണ്ടാമത്തതിൻ്റെ കുറച്ച് ലൈൻസ് വർക്ക് ചെയ്യും, പിന്നെ മൂന്നാമത്തതിൻ്റെ കുറച്ച് ലൈൻസ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഇത് മൾട്ടി ത്രെഡിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സംഭവിക്കുക, ഈ ഫസ്റ്റ് ഫംഗ്ഷൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടേ അടുത്തതിലേക്ക് പോകുള്ളൂ, രണ്ടാമത്തിലേക്ക് പോകുള്ളൂ. അത് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടേ അടുത്തതിലേക്ക് പോകുള്ളൂ. ഓക്കെ, പക്ഷേ ത്രെഡ് ആണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. നമുക്കിതിനെ സേവ് ചെയ്തിട്ട് എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നുണ്ട് നോക്കാം. അപ്പം പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക, JavaC, പ്രോഗ്രാമിൻ്റെ പേര് മൾട്ടി ത്രെഡ് ഡോട്ട് ജാവ. അപ്പോൾ എററൊന്നുമില്ല, ജസ്റ്റ് റൺ ചെയ്യുക, ജാവ സ്പേസ് മൾട്ടി ത്രെഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ കോൾ ചെയ്ത് ഏതായിരുന്നു, T1 ഡോട്ട് സ്റ്റാർട്ട്. T1 ആണ് നമ്മൾ ആദ്യം കോൾ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് T2 കോൾ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് T3 കോൾ ചെയ്ത്. പക്ഷേ ഔട്ട്പുട്ടിൽ ആദ്യം തന്നെ പ്രിൻ്റ് ചെയ്ത് ഏതാ, ത്രെഡ് 3 ആണ്. T3 ആണ് ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്ത്, T3 കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് T2 എന്ന് പറഞ്ഞ ത്രെഡിൻ്റെ 3 ലൈൻ വർക്ക് ചെയ്ത്, പിന്നെ ത്രെഡ് 1ലേക്ക് സ്വിച്ച് ചെയ്ത്, പിന്നെ ത്രെഡ് 1 8 വരെ പ്രിൻ്റ് ചെയ്ത്, പിന്നെ ത്രെഡ് 2ലേക്ക് പോയി, പിന്നെ വീണ്ടും ത്രെഡ് 1ൻ്റെ ലാസ്റ്റ് 9ാമത്തെ സ്റ്റെപ്പ് വർക്ക് ചെയ്തു, പിന്നെ ത്രെഡ് 2ലേക്ക് പോയി. ഇതാണ് ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടിയ ഒരു പ്രാവശ്യം. ഇനി അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ വേറെ ഔട്ട്പുട്ടായിരിക്കും വരിക. ഓക്കെ, നമ്മൾ രണ്ടാമത് റൺ ചെയ്ത് ത്രെഡ് 1ൻ്റെ 2 ലൈനാണ് ആദ്യം വർക്ക് ചെയ്തത്. നേരത്തെ കേസിൽ എന്തായിരുന്നു, ത്രെഡ് 3 ആണ് വർക്ക് ചെയ്തത് ആദ്യം. ഇവിടെ രണ്ടാമത് റൺ ചെയ്യുമ്പോൾ ത്രെഡ് 1ൻ്റെ 2 ലൈന്, പിന്നെ ത്രെഡ് 3ൻ്റെ ഒരു 7 ലൈന്, പിന്നെ 2ൻ്റെ 2 ലൈന്, പിന്നെ വീണ്ടും 3ലേക്ക് പോയി, പിന്നെ വീണ്ടും 1ൽ വന്ന്, പിന്നെ 3ലേക്ക് പോയി, പിന്നെ 2ൽ വന്ന് ഉണ്ടാവും. അപ്പോൾ ഈ ഔട്ട്പുട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മൾട്ടി ത്രെഡിങ്. അപ്പോൾ ഇത് പാരലായിട്ട് റൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ത്രെഡ് 1ൻ്റെ ബോഡി കുറച്ച് വർക്ക് ചെയ്ത് ത്രെഡ് 2ലേക്ക് പോയി, പിന്നെ ത്രെഡ് 3ലേക്ക് പോയി, പിന്നെ തിരിച്ച് വീണ്ടും 1ലേക്ക് വന്ന്, പിന്നെ 2ലേക്ക് പോയി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് പാരലായിട്ട് റൺ ചെയ്യുന്ന പോലെ ഉള്ള എഫക്റ്റ് ഉണ്ടാവും.
കാരണം ഒരു പ്രോസസ്സറേ ഉള്ളൂ, ഒരു പ്രോസസ്സറിന് ഒരു ഇൻസ്ട്രക്ഷനെ ഒരു സമയം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 ശരിക്കും പാരലായിട്ട് റൺ ചെയ്യുന്നൊന്നുമില്ല. ഒരേ സമയം റൺ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വേണം. ഒരു പ്രോസസ്സറിന് പകരം ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുകൾ ഉണ്ടെങ്കിൽ പാരലായിട്ട് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒറ്റ പ്രോസസ്സർ വെച്ചിട്ട് പാരലായിട്ട് റൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ത്രെഡിൻ്റെ കുറച്ച് പോർഷൻ വർക്ക് ചെയ്യും, പിന്നെ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യും, അതിൻ്റെ കുറച്ച് പോർഷൻ വർക്ക് ചെയ്യും, എന്നിട്ട് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം മൾട്ടി ത്രെഡിങ്ങിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാമായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൾട്ടി ത്രെഡിങ്ങിൻ്റെ തിയറി കൺസെപ്റ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തിയറീൻ്റെ വീഡിയോസ് ഒന്നുകൂടി കാണുക. തിയറി സെക്ഷനിലുള്ള വീഡിയോ മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ത്രെഡ് എന്താണ്, മൾട്ടി ത്രെഡിങ് എന്താണ്, ത്രെഡിനകത്ത് വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ ആണെങ്കിൽ ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം ഈ പ്രോഗ്രാം ഒന്നുകൂടി ചെയ്യാം കേട്ടോ. ഇതൊരു മൾട്ടി ത്രെഡിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അപ്പം താങ്ക് യു വെരി മച്ച്.